ഹലോ, ആദ്യം തന്നെ പറയാലോ, ഇതൊരു 2-3 മാസം മുമ്പ് ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അനിയത്തിമാർക്ക് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യണം പറഞ്ഞിട്ട് പോയതായിരുന്നു. അവർക്ക് 2 പേർക്ക് ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു, ഒരു ഫംഗ്ഷന് വേണ്ടി. അപ്പോൾ ജസ്റ്റ് അവർ സ്വയം ചെയ്യുകയല്ലാതെ പ്രൊഫഷണലായിട്ട് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ പോയത് കേട്ടോ. അപ്പോൾ അവർക്ക് സ്വയം ചെയ്യുമ്പോൾ ഫുള്ളി ഹെയർ അങ്ങനെ പറ്റുന്നില്ല പറഞ്ഞു. അപ്പോഴാണ് ശരി ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് പോയത്. പക്ഷേ ഇത് മെനക്കെട്ട പണിയാണ് കേട്ടോ. ഇവർക്കൊക്കെ നല്ല ഹെയർ ഉണ്ട്, കണ്ടില്ലേ, ഒരുപാട് ഹെയർ ഉണ്ട്, എന്നെ പോലെയല്ല. അതുകൊണ്ട് നല്ല പണിയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അനിയത്തിൻ്റെ ഹെയർ എന്നൊക്കെ പറഞ്ഞാൽ കേളി ഹെയറാണ്. കേളി ഹെയർ പറഞ്ഞാൽ അത്രയും കേളി ഹെയറാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, കണ്ടില്ലേ, അത്ര റഫായിട്ടുള്ള കേളി ഹെയറാണ്. അപ്പോൾ അതിനെയാണ് ഞാൻ സ്ട്രെയിറ്റൻ ചെയ്ത് ഇതാണ്ടോ ഇവളുടെ ഫസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ എൻ്റെ അനിയത്തിന് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പഠിച്ചതല്ല, ഞാൻ പരീക്ഷിക്കുന്നത് ഇവരുടെ ഹെയറിലൊക്കെയാണ് കേട്ടോ. വീട്ടിലാവുമ്പോൾ ചിഞ്ചു അമ്മയും അവരൊക്കെ ഉണ്ടാവും, ഇവിടെ വന്ന ഇവരും ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ പേരും പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് വരാമല്ലോ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് സമാധാനപരമായിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഇവളുടെ ഹെയറിലാണെങ്കിൽ ഒരുപാട് തിക്നെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുള്ളി സ്ട്രെയിറ്റൻ ചെയ്ത് വരുമ്പോഴേക്കും എൻ്റെ ഒരുപാട് ഇളകിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിഷ്ടമാണ്, എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എത്ര സ്ട്രെസ്സുണ്ടെങ്കിലും എത്ര മെനക്കെട്ട പണിയാണെങ്കിലും ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കതിൻ്റെ റിസൾട്ടൊക്കെ അവസാനം ലാസ്റ്റ് കാണുമ്പോഴേ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതുകൊണ്ട് എനിക്ക് ഇമാതിരി പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫേഷ്യൽ ചെയ്യുക, ഹെയർ ഡോസ്, സ്കിന്നിൻ്റെ ആണെങ്കിൽ മേക്കപ്പ് എല്ലാം ആണെങ്കിൽ ആ ഒരു സെക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചതും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഫീൽഡിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രീലാൻസായിട്ട് വീട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അവളുടെ ഹെയറിലുള്ള റിസൾട്ട്. നല്ല രസമല്ലേ ഇത്? നമ്മൾ നല്ല സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ചെയ്താലാണ് ഈ ഒരു റിസൾട്ട് കിട്ടുക കേട്ടോ. ഒരു ബോട്ടോക്സ് ചെയ്ത പോലെയൊക്കെ ഇല്ലേ. അവൾക്ക് നല്ല ഹെയർ തിക്നെസ് ഉള്ള ഹെയർ കൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾക്ക് നല്ല സിൽക്കി ആയിട്ട് ഹെയർ കിടക്കുന്നുണ്ടായിരുന്നു. ഇത് രാവിലെ ഞാൻ വന്നിട്ട് വൈകുന്നേരം വരെയുള്ള ഒരു പണിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി. എൻ്റെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് കിടക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. സലൂണിലെ പോലെ അല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്തത്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യൂ. ടാറ്റാ.